ഹായ് മക്കളെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7th ക്ലാസ്സിലെ ബേസിക് സയൻസിൻ്റെ സെക്കൻഡ് ചാപ്റ്ററായിട്ടുള്ള ആസിഡ് ബേസ്. അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവർ പോയി കാണുക. സബ്സ്റ്റൻസസ് ദാറ്റ് ടേൺ ബ്ലൂ ലിത്മസ് റെഡ്. അപ്പം ഏതൊക്കെ സബ്സ്റ്റൻസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പദാർത്ഥങ്ങൾ. ബ്ലൂ ലിത്മസ് പേപ്പറിനെ റെഡാക്കി മാറ്റുന്നത് ഏതൊക്കെ പദാർത്ഥങ്ങളാണ്? നമുക്കറിയാം ആസിഡ് ആണെന്ന്. ബ്ലൂ ലിത്മസിനെ റെഡാക്കി മാറ്റുന്ന ആസിഡും റെഡ് ലിത്മസിനെ ബ്ലൂ ആക്കി മാറ്റുന്നത് ബേസും ആണെന്ന് നമുക്കറിയാം. യു ഹാവ് ടെസ്റ്റഡ് ആൻഡ് ഫൗണ്ട് ഔട്ട് സം സബ്സ്റ്റൻസസ് ദാറ്റ് ടേൺ ബ്ലൂ ലിറ്റ്മസ് റെഡ്. നമ്മൾ ടെസ്റ്റ് ചെയ്തു. വിച്ച് അമംഗ് ദി ഫോളോയിങ് സബ്സ്റ്റൻസസ് ക്യാൻ ടേൺ ബ്ലൂ ലിറ്റ്മസ് റെഡ്? ഇതിൽ ഏതൊക്കെ സബ്സ്റ്റൻസസ് ആണ് ആക്കുന്നത്? ലിസ്റ്റ് ഇതാം. ഏതൊക്കെയാണ്? ഇതിനകത്ത് ഓറഞ്ച് ഉണ്ട്, റൈസ് സൂപ്പ് ഉണ്ട്. റൈസ് സൂപ്പ് എന്ന് വെച്ചാൽ കഞ്ഞിവെള്ളം. പിന്നെ എന്താണ്? ബ്ലാക്ക് ടീ ഉണ്ട്, ബിലുംബി ജ്യൂസ്. ചില സ്ഥലത്ത് അത് ഇലുമ്പി എന്നൊക്കെ പറയും, ഇരുമ്പൻ, പല പല പേരുകളിലാണ് ഇത് അറിയപ്പെടുന്നത്. ഗ്രേപ്പ് ജ്യൂസ് ഉണ്ട്, ടൊമാറ്റോ ജ്യൂസ് ഉണ്ട്, കോക്കനട്ട് വാട്ടർ ഉണ്ട്. അപ്പോൾ നമുക്കറിയാം ആസിഡ് സ്വഭാവമാണെങ്കിൽ മാത്രമേ ബ്ലൂ ലിറ്റ്മസ് റെഡായി മാറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പാട്ടിൽ പഠിച്ചു, ആസിഡ് സ്വഭാവമാണെങ്കിൽ അതിന് ചില ടേസ്റ്റിൽ പുളിരസം ഉണ്ടെങ്കിലാണ് അത് ആസിഡാണെന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിൽ നോക്കിക്കേ, ഏതൊക്കെയാണ് നമ്മൾ ടേസ്റ്റ് ചെയ്യുമ്പം പുളിരസം ഉള്ളത്, സോർ ടേസ്റ്റ് ഉള്ളത്? ഓറഞ്ച് ജ്യൂസിനുണ്ട് അല്ലേ, ചെറിയൊരു പുളിരസമുണ്ട്. റൈസ് ജ്യൂസിനില്ലല്ലോ, ബ്ലാക്ക് ടീക്കും ഇല്ല. പിന്നെ ബിലിംബി ജ്യൂസിനും കാണും, ഗ്രേപ്പ് ജ്യൂസിനുണ്ട്, ടൊമാറ്റോ ജ്യൂസിനുണ്ട്, കോക്കനട്ട് വാട്ടറിനില്ല. അപ്പം അതിലൊക്കെ ടിക്കിട്ടേക്കണം. ഇൻ മൈ ഒപ്പീനിയൻ ലിക്വിഡ്സ് ദാറ്റ് ക്യാൻ ടേൺ ബ്ലൂ ലിറ്റ്മസ് റെഡ്. ഏതാണ് ബ്ലൂ ലിറ്റ്മസിനെ റെഡാക്കുന്നത്? അപ്പോൾ അതിൻ്റെ പേരുകൾ ഇവിടെ എഴുതണം. ഏതൊക്കെ എഴുതണം? ഓറഞ്ച് ജ്യൂസിൻ്റെ പേര് എഴുതണം, പിന്നെ ബിലുംബി ജ്യൂസിൻ്റെ പേര് എഴുതണം, ഗ്രേപ്പ് ജ്യൂസിൻ്റെ പേര് എഴുതണം, ടൊമാറ്റോ ജ്യൂസ്. അതിൻ്റെ റീസൺ കൊടുക്കണം. നമുക്ക് റീസണിൻ്റെ ഭാഗത്ത് എന്തെഴുതണം? ദേ കണ്ടെയ്ൻ ആസിഡ് ബിക്കോസ് ദേ ഹാവ് സോർ ടേസ്റ്റ്. അതിന് പുളിപ്പ് രസമുള്ളത് കൊണ്ട് അതിനകത്ത് ആസിഡ് കണ്ടൻ്റ് ഉണ്ട്. സോ ദാറ്റ് ആസിഡ് ക്യാൻ ടേൺ ബ്ലൂ ലിറ്റ്മസ് റെഡ്. ആസിഡിന് ബ്ലൂ ലിറ്റ്മസ് റെഡാക്കി മാറ്റാനുള്ളൊരു കഴിവുണ്ട്. അതാണ് അവിടെ എഴുതേണ്ടത്. മേളിലൊരു കോളത്തിൽ എഴുതിയിരിക്കുന്നുണ്ടോ? ബിഹൈൻഡ് ദ നെയിം. ആസിഡിന് ആ പേര് കിട്ടിയതിൻ്റെ പിന്നിൽ എന്താണെന്ന്. അസിഡസ് ഈസ് ദ ലാറ്റിൻ വേർഡ് ഫോർ സോർ ടേസ്റ്റ്. അപ്പോൾ പുളി രസത്തിന് പറയുന്നത് അസിഡസ് എന്നാണ്. ദ ടേം ആസിഡ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദിസ്. ആസിഡ് അതിൽ നിന്നാണ് ഉണ്ടായി വന്നത്. ഏതാ? ലാറ്റിൻ വേർഡായിട്ടുള്ള അസിഡസിൽ നിന്നാണ് ആസിഡ് എന്ന പേര് വന്നത്. ഇനി ഇതിനകത്ത് വരാൻ ചാൻസ് ഉള്ള, ഈ ഒരു പേജിൽ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. Why does blue litmus paper turn red when we dip into some substances? Blue litmus turn red due to acidity. അതിനകത്തുള്ള അസിഡിറ്റി മൂലമാണ്. When it came to contact with the acid, the pH changes. Litmus is an acid-base indicator. That is why blue litmus paper turned red when we dip into some substances. ചിലപ്പോൾ ഇവിടെ ആസിഡ് എന്നും വരാം. Some substances എന്നുള്ളിടത്ത് ചിലപ്പം റെഡ് when we dip into ആസിഡ് എന്നും വരാം. അപ്പോൾ അതാണ് ഇതിൻ്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ടേം ആസിഡ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ഡാഷ്. ലാറ്റിൻ വേർഡായിട്ടുള്ള അസിഡസ്. വൈ ഡസ് സം ഫുഡ് ഐറ്റംസ് ടേസ്റ്റ് സോർ? എന്തുകൊണ്ടാണ് ചില ഫുഡ് ഐറ്റംസിന് പുളിപ്പുള്ളത്? സം ഫുഡ് ഐറ്റംസ് ടേസ്റ്റ് സോർ ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് സം ആസിഡ്. അതിനകത്തുള്ള ചില ആസിഡിൻ്റെ പ്രസൻസ് കൊണ്ടാണ് അത് സോർ ടേസ്റ്റ്, പുളിപ്പ് രസം നമുക്ക് തോന്നുന്നത്. ആൾ ഫുഡ് ഐറ്റംസ് വിത്ത് സോർ ടേസ്റ്റ് ഹാവ് ആസിഡ് ഇൻ ദം. എല്ലാ ഫുഡ് ഐറ്റംസിലും, അതായത് പുളിപ്പുള്ള എല്ലാ ഫുഡ് ഐറ്റംസിലും ആസിഡ് അടങ്ങിയിട്ടുണ്ട്. മോസ്റ്റ് ഫ്രൂട്ട്സ് കണ്ടെയ്ൻ മോർ ദാൻ 1 ആസിഡ്. മിക്ക പഴങ്ങളിലും ഒന്നിലധികം ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട്. ഫുഡ് ഐറ്റംസ് നോക്കുക. ബട്ടർ മിൽക്ക്, അത് പുളിപ്പുണ്ടല്ലോ. കേർഡ്, അതായത് ബട്ടർ മിൽക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, തൈര് നേർപ്പിച്ചെടുത്തത്, അതാണ് ബട്ടർ മിൽക്ക്. കേർഡ്, തൈരിനകത്തൊക്കെ അടങ്ങിയിരിക്കുന്നത് ലാക്റ്റിക് ആസിഡാണ്. വിനീഗറിൽ അസറ്റിക് ആസിഡ്, ലെമണിൽ സിട്രിക് ആസിഡ്, ടാമറിൻഡ് പുളിയിൽ ടാറ്റാറിക് ആസിഡ്, ആപ്പിളിൽ മാലിക് ആസിഡ്, ഗൂസ്ബെറി നെല്ലിക്കകത്തുള്ളത് അസ്കോർബിക് ആസിഡ്, ടൊമാറ്റോയ്ക്കകത്തുള്ളത് ഒക്സാലിക് ആസിഡ്. നോക്കൂ, ആസിഡ് ഇൻ ഗൂസ്ബെറി. യു ഹാവ് ലേൺഡ് ദാറ്റ് ഗൂസ്ബെറീസ് ആർ റിച്ച് ഇൻ വിറ്റാമിൻ സി. നമുക്കറിയാം നെല്ലിക്കയിലുള്ള അടങ്ങിയിരിക്കുന്നത് വിറ്റാമിൻ സി ആണ്.
Vitamin C is ascorbic acid. The sour taste of gooseberry is due to the presence of ascorbic acid. അപ്പം അതിനകത്തുള്ള അസ്കോറിക് ആസിഡിൻ്റെ ആ ഒരു പ്രസൻസിലാണ് അതിനകത്ത് നമ്മൾ നെല്ലിക്ക കഴിക്കുമ്പോൾ ഒരു ചെറിയ പുളിപ്പ് രസമുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെയിം ദ ആസിഡ് പ്രസൻറ്റ് ഇൻ ദ ഫോളോയിങ് ഫുഡ് ഐറ്റംസ്. ഇപ്പം നമ്മൾ നേരത്തെ കണ്ട ആ ലിസ്റ്റാണ്. എന്ന് വെച്ചാൽ ബട്ടർ മിൽക്കിനകത്ത് ലാക്റ്റിക് ആസിഡ്, കേർഡിനകത്ത് ലാക്റ്റിക് ആസിഡ്, വിനീഗറിനകത്ത് അസറ്റിക് ആസിഡ്, ലെമണിൽ സിട്രിക് ആസിഡ്, ടാമറിനിൽ ടാറ്റാറിക് ആസിഡ്, ആപ്പിളിൽ മാലിക് ആസിഡ്, ഗൂസ്ബെറിയിൽ അസ്ബോറിക് ആസിഡ്, ടൊമാറ്റോയിൽ ഓക്സാലിക് ആസിഡ്. ഇത് ചിലപ്പം മാച്ച് ദ ഫോളോയിങ്ങിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, വൺ വേർഡ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇത് പഠിച്ചു വെച്ചോണം. വൈ ഡസ് ഗൂസ്ബെറി ഹാവ് സോർ ടേസ്റ്റ്? എന്തുകൊണ്ടാണ് നെല്ലിക്കയ്ക്ക് പുളിരസമുള്ളത്? ദ സോർ ടേസ്റ്റ് ഓഫ് ഗൂസ്ബെറി ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് അസ്കോർബിക് ആസിഡ്. അതിനകത്തുള്ള അസ്കോർബിക് ആസിഡിൻ്റെ പ്രസൻസ് കൊണ്ടാണ് അതിന് പുളിരസം ഉള്ളത്, കാരണം ആസിഡാണ്. ഗൂസ്ബെറീസ് ആർ റിച്ച് ഇൻ ഡാഷ് വിറ്റാമിൻ സി. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് വെൻ മിൽക്ക് കഡിൽസ് എന്ന് പറഞ്ഞാൽ പാലെങ്ങനെ തൈരാകുന്നു. കേർഡ് ഈസ് എ ഗുഡ് പ്രോഡക്റ്റ് മെയ്ഡ് ഫ്രം മിൽക്ക്. മിൽക്കിൽ നിന്നുണ്ടാക്കുന്നതാണ് കേർഡ്, നമുക്കറിയാം, തൈര്. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദ സോർ ടേസ്റ്റ് ഓഫ് കേർഡ്? എന്താണ് കേർഡിൻ്റെ സോർ ടേസ്റ്റിന് കാരണം? യു നോ ദാറ്റ് സോർ ടേസ്റ്റ് ഇൻഡിക്കേറ്റ് ദ പ്രസൻസ് ഓഫ് ആസിഡ്. നമുക്കറിയാം സോർ ടേസ്റ്റ് കാണിക്കുന്നത് അതിനകത്ത് ആസിഡ് ഉണ്ട് എന്നുള്ളതാണ്. ഹൗ ഡസ് മിൽക്ക് ടേൺ ആസിഡിക് വെൻ ഇറ്റ് ബിക്കെയിം കേർഡ്? പാല് തൈരാകുമ്പോൾ അതിന് എന്തുകൊണ്ട് ആസിഡിക്കായിട്ടുള്ളൊരു ടേസ്റ്റ് ഉണ്ടാകുന്നു? Don't we added a little curd to the milk which is boiled and cooled in order to turn into curd. Curd contain a bacteria called lactobacillus എന്ന് പറയുന്നൊരു ബാക്ടീരിയ ഉണ്ട് കേർഡിൽ. The lactic acid that is produced when these bacteria nourishes themselves with milk give curd in sour taste. Don't we added a little curd to the milk which is boiled and cooled in order to turn it ഇൻറ്റു കേർഡ്. നമ്മൾ തിളപ്പിച്ച് വെച്ചേക്കുന്ന പാലിൽ കുറച്ച് തൈരൊഴിക്കും, ഉറയെന്നൊക്കെ പറയും. അത് പാല് തൈരാവാൻ വേണ്ടിയിട്ട്. കേർഡ് കണ്ടെയ്ൻ എ ബാക്ടീരിയ കാൾഡ് ലാക്ടോബാസിലസ്. അപ്പോൾ കേർഡിനകത്ത് തൈരിനകത്തുള്ളൊരു ബാക്ടീരിയയുടെ പേരാണ് ലാക്ടോബാസിലസ്. ദ ലാക്റ്റിക് ആസിഡ് ദാറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് വെൻ ദീസ് ബാക്ടീരിയ നോറിഷസ് ദംസെൽസ് വിത്ത് മിൽക്ക്. അപ്പോൾ ഈ ബാക്ടീരിയ, ഇതിനകത്ത് കേർഡിലുള്ള ഈ ബാക്ടീരിയ മിൽക്കിൽ പ്രവർത്തിച്ചിട്ടാണ് ലാക്റ്റിക് ആസിഡാക്കി അത് മാറ്റുന്നത്. ഇത് കേർഡിന് ഒരു സോർ ടേസ്റ്റും കൊടുക്കുന്നു. ഏതാണ് ഈ ലാക്റ്റിക് ആസിഡ്? അപ്പോൾ ലാക്ടോബാസിലസ് എന്ന ബാക്ടീരിയയാണ് പാലിനകത്ത്, അതായത് നമ്മൾ കുറച്ച് ഉറ ഒഴിച്ച് വയ്ക്കുമ്പോൾ ലാക്ടോബാസിലസ് എന്ന് പറയുന്ന ബാക്ടീരിയ പാലിൽ പ്രവർത്തിച്ചിട്ട് ലാക്റ്റിക് ആസിഡ് ഉണ്ടാക്കുന്നു. ഈ ലാക്റ്റിക് ആസിഡാണ് കേർഡിന് സോർ ടേസ്റ്റ് കൊടുക്കുന്നത്. ആസിഡ് ആൻഡ് ബേസ് ഇൻ ലബോറട്ടറീസ്. ആസിഡ് ഇൻ ഫുഡ് ഐറ്റംസ് ആർ വീക്ക്. എന്ന് വെച്ചാൽ ആ ഫുഡ് ഐറ്റംസിലുള്ള ആസിഡ് കുറച്ചേ ഉള്ളൂ. ബട്ട് മെനി ആസിഡ് ആൻഡ് ബേസ് കോമൺലി യൂസ്ഡ് ഇൻ ലബോറട്ടറീസ് ആർ സ്ട്രോങ്. വളരെ കാഠിന്യമായിട്ടുള്ള ആസിഡും ബേസും എവിടെ ഉപയോഗിക്കുന്നുണ്ട്? ലബോറട്ടറികളിൽ. ലെറ്റ്സ് ഗെറ്റ് ഫെമിലിയർ വിത്ത് സം ആസിഡ് ആൻഡ് ബേസ് യൂസ്ഡ് ഇൻ ലബോറട്ടറീസ്. ഇനി നമുക്ക് ലബോറട്ടറീസുകളിൽ ഉപയോഗിക്കുന്ന ആസിഡിനെയും ബേസിനെയും പറ്റിയും പഠിക്കാം. അതിന് നമുക്ക് ഇതിനകത്തുള്ള ക്വസ്റ്റ്യൻ ആൻസറുകൾ ചർച്ച ചെയ്തിട്ട് പോകാം. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദ സോർ ടേസ്റ്റ് ഓഫ് കേർഡ്? അല്ലെങ്കിൽ വിച്ച് ആസിഡ് ഈസ് ഇൻ കോഡ്? വിച്ച് ആസിഡ് ഇൻ കോഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലാക്റ്റിക് ആസിഡാണ് അതിൻ്റെ ആൻസർ. കേർഡ് കണ്ടെയ്ൻ എ ബാക്ടീരിയ കാൾഡ് ലാക്ടോബാസിലസ്. ഏത് ബാക്ടീരിയ ആണുള്ളത്? ലാക്ടോബാസിലസ്. ദ ലാക്റ്റിക് ആസിഡ് ദാറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് വെൻ ദീസ് ബാക്ടീരിയ നറിഷ്ഡ് ദംസെൽസ് വിത്ത് മിൽക്ക്. മിൽക്കുമായിട്ട് നറിഷ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഒരു ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതിൻ്റെ പേരാണ് ലാക്റ്റിക് ആസിഡ്. ഗീവ് കേർഡ് ഇറ്റ്സ് സോർ ടേസ്റ്റ്. ഈ ലാക്റ്റിക് ആസിഡാണ് ഈ കേർഡിന് സോർ ടേസ്റ്റ്, പുളിരസം കൊടുക്കുന്നത്. നമുക്ക് ലബോറട്ടറികളിൽ ഉപയോഗിക്കുന്ന ആസിഡുകൾ ഏതാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, അസറ്റിക് ആസിഡ്. അപ്പോൾ ഈ ആസിഡുകളെ പറ്റിയൊക്കെ നിങ്ങൾ മുന്നോട്ടുള്ള ക്ലാസ്സുകളിൽ പഠിക്കും. ഇപ്പോൾ ഇതിൻ്റെയൊക്കെ പേര് പഠിച്ചു വെച്ചിരുന്നാൽ മതി. ലബോറട്ടറികൾ ഉപയോഗിക്കുന്ന ആസിഡുകൾ ഏതാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, അസറ്റിക് ആസിഡ്. ബേസോ? കാൽസ്യം ഹൈഡ്രോക്സൈഡ്. നമ്മൾ ലൈം വാട്ടർ പറഞ്ഞല്ലോ, അതാണ് കാൽസ്യം ഹൈഡ്രോക്സൈഡ്. സോഡിയം ഹൈഡ്രോക്സൈഡ്, കാസ്റ്റിക് സോഡ. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, കാസ്റ്റിക് പൊട്ടാഷ്. ഇതാണ് ലബോറട്ടറികൾ ഉപയോഗിക്കുന്ന ബേസ്. നെക്സ്റ്റ് നോക്കൂ. ആസിഡ് സ്പിൽ കോസ് ഐ ഇഞ്ചുറി. ഈ റബ്ബർ ടാപ്പിംഗ് വർക്കർ. റബ്ബർ ടാപ്പിംഗ് എന്ന് വെച്ചാൽ റബ്ബർ വെട്ടുന്ന
തൊഴിലാളികൾ സഫേർഡ് സിവിയർ ഐ ഇഞ്ചുറി ഡ്യൂ ടു ദ ആസിഡ് സ്പിൽ എന്ന് വെച്ചാൽ ആസിഡ് കണ്ണിൽ വീഴുന്നത് കൊണ്ട്. ദി ആക്സിഡൻറ്റ് ഒക്കേർഡ് വെൻ ഹി വാസ് ട്രൈങ് ടു ഓപ്പൺ എ ടിൻ കണ്ടെയ്നിങ് ഫോർമിക് ആസിഡ് യൂസ്ഡ് ഫോർ തിക്കനിങ് ലാറ്റക്സ്. റബ്ബറൊക്കെ വീട്ടിലുള്ളവർക്ക് മനസ്സിലാവും. അതിൻ്റെ ഷീറ്റ് റബ്ബർ പാൽ കട്ടിയായിട്ട് ഷീറ്റ് ആവാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ആസിഡാണ്. ആ ആസിഡിൻ്റെ പേരാണ് ഫോർമിക് ആസിഡ്. അപ്പം അത് ഇങ്ങനെ വീട്ടിലെ മുതിർന്നവരൊക്കെ ഇങ്ങനെ തുറക്കുന്നതും ഷീറ്റ് പാലൊഴിച്ചിട്ട് ഉറയൊഴിക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടിരിക്കും. അപ്പം അതിങ്ങനെ തുറക്കുമ്പോൾ ഇത് കണ്ണിൽ തെറിക്കുന്നതുകൊണ്ട് ഉണ്ടാകുന്ന ഇഞ്ചുറിയുടെ കാര്യമാണ് ഈ പറയുന്ന ഐ ഇഞ്ചുറി എന്ന്. ഈ പേജിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസുകളാണെന്ന് നമുക്ക് നോക്കാം. വിച്ച് ആർ ദി ആസിഡ് ആൻഡ് ബേസസ് യൂസ്ഡ് ഇൻ ലബോറട്ടറീസ്? ആസിഡ് ഏതൊക്കെയാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, അസറ്റിക് ആസിഡ്. ബേസ് കാൽസ്യം ഹൈഡ്രോക്സൈഡ്, സോഡിയം ഹൈഡ്രോക്സൈഡ്, പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ്. ഹൗസ് ഹോൾഡ് പർപ്പസിനാണെങ്കിൽ ഏതൊക്കെയാണുള്ളത്? നമ്മൾ പറഞ്ഞ അസറ്റിക് ആസിഡ്, സിട്രിക് ആസിഡ്, ടാറ്റാറിക് ആസിഡ്, ലാക്റ്റിക് ആസിഡ്, അതുപോലത്തെ ആസിഡാണ്. അത് വീര്യം കുറഞ്ഞ ആസിഡുകളാണ്, കാഠിന്യം കുറഞ്ഞതാണ്. പക്ഷേ ഇതൊക്കെ ലബോറട്ടറികളിൽ മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. ഇതിന് കാഠിന്യം വളരെ കൂടുതലാണ്. അത് നമ്മുടെ ദേഹത്തൊക്കെ വീണ് കഴിഞ്ഞാൽ ഒരുപാട് ഇഞ്ചുറീസുകൾ സംഭവിക്കാനിടയുണ്ട്. മെനി കെമിക്കൽസ് സബ്സ്റ്റൻസസ് ആർ ഡേഞ്ചറസ് അല്ലേ? അപ്പം അതും ഒരു ആസിഡാണ്. പക്ഷെ നമ്മൾ കഴിക്കുന്നതും ആസിഡാണ്. പക്ഷേ ലബോറട്ടറികളിൽ ഉപയോഗിക്കുന്ന ആസിഡ് സ്ട്രോങ് ആണ് അല്ലേ, കാഠിന്യമുള്ളതാണ്. യെറ്റ് വി ഹാവ് ടു യൂസ് ദം ഫോർ വേരിയസ് ഇൻഡസ്ട്രിയൽ ആൻഡ് എക്സ്പെരിമെൻ്റൽ പർപ്പസ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ സൾഫ്യൂരിക് ആസിഡും ഹൈഡ്രോക്ലോറിക് ആസിഡും ഒക്കെ ലബോറട്ടറികളിൽ ഉപയോഗിക്കുന്ന ഒരുപാട് പരീക്ഷണങ്ങൾ നടത്താൻ, എക്സ്പെരിമെൻറ്റിനും അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ വ്യവസായത്തിനും വേണ്ടിയിട്ടൊക്കെയാണ് അല്ലേ. വാട്ട് പ്രിക്കോഷൻസ് ഷുഡ് ബി ടേക്കൺ ടു അവോയ്ഡ് ആക്സിഡൻറ്റ് വൈൽ ഹാൻഡിലിംഗ് കെമിക്കൽസ്? അപ്പോൾ എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് നമ്മൾ എടുക്കേണ്ടത്? അവോയ്ഡ് സ്പില്ലിംഗ് ഓൺ ബോഡി പാർട്ട്, നമ്മുടെ ദേഹത്ത് തെറിക്കുന്നതിൽ നിന്ന് അവോയ്ഡ് ചെയ്യുക. അതിൽ നിന്ന് നമ്മളെ ഒരുപാട് ശ്രദ്ധിക്കുക. ഡോണ്ട് ടച്ച് വിത്ത് ഹാൻഡ്സ്, നമ്മൾ കൈകൊണ്ട് അതിനെ ടച്ച് ചെയ്യാൻ പാടില്ല, ഒരു പൊള്ളും. ഡോണ്ട് സ്മെൽ, മണപ്പിക്കാൻ പാടില്ല. ഡോണ്ട് ടേസ്റ്റ്, നാക്കിൽ വെച്ച് ടേസ്റ്റ് ചെയ്യാൻ പാടില്ല. യൂസ് എ ഡ്രോപ്പർ വൈൽ ടേക്കിംഗ് ഔട്ട് ആസിഡ് ഫ്രം എ ബോട്ടിൽ, നമ്മൾ ബോട്ടിൽ നിന്നും ആസിഡ് എടുക്കുമ്പോൾ ഒരു ഡ്രോപ്പർ ഉപയോഗിച്ചെടുക്കുക. ഒഴിക്കുകയോ എടുക്കുകയൊന്നും ചെയ്യില്ല. ഡ്രോപ്പർ അറിയാമല്ലോ, നമ്മളിങ്ങനെ മുക്കിൽ മരുന്നൊക്കെ മുക്കിയെടുക്കുമ്പോൾ, അതുപോലത്തെ ഈ കെമിക്കൽ എടുക്കാൻ വേണ്ടി പ്രത്യേകമുണ്ട്, ഈ ആസിഡുകൾ എടുക്കാൻ വേണ്ടി. അപ്പോൾ അത് ഉപയോഗിക്കുക. യൂസ് എ ഹോൾഡർ വൈൽ യൂസിങ് ടെസ്റ്റ് ട്യൂബ്. കണ്ട ഈ പിക്ചറിൽ കിടക്കുന്നുണ്ടല്ലേ, അതുപോലെ ടെസ്റ്റ് ട്യൂബ്. കാരണം അല്ലെങ്കിൽ നമ്മൾ അതിനകത്തങ്ങാണ്ട് പിടിക്കുവാണെങ്കിൽ ചിലപ്പോൾ ഷേക്കൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ വീഴാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഹോൾഡർ ഉപയോഗിക്കും. ഇഫ് ആസിഡ് സ്പിൽ, വീണാൽ എന്തോ ചെയ്യും? സ്ട്രോങ് ആസിഡ് ക്യാൻ അബ്സോർവ് വാട്ടർ ആൻഡ് ലിബറേറ്റ് ഹീറ്റ്. ദേ ക്യാൻ കോസ് ബേൺ ഇഫ് ദേ ഗെറ്റ് സ്പിൽഡ് ഓൺ ദി ബോഡി. pouring cold water on the affected area for a long time is the first aid for this. If the burn is severe, the person should be taken to hospital. Strong acid can absorb water. വീര്യം കൂടിയ ആസിഡുകൾക്ക് ജലാംശം വലിച്ചെടുക്കാനും ആൻഡ് ലിബറേറ്റ് ഹീറ്റ്, താപം പുറത്തു വിടാനും കഴിയും. ദേ ക്യാൻ കോസ് ബേൺ ഇഫ് ദേ ഗെറ്റ് സ്പിൽഡ് ഓൺ ദി ബോഡി. അവ ശരീരത്തിൽ വീണാൽ പൊള്ളലുണ്ടാകുന്നു, പൊള്ളലുണ്ടാകുന്നു. pouring കോൾഡ് വാട്ടർ ഓൺ ദ അഫക്റ്റഡ് ഏരിയ ഫോർ എ ലോങ് ടൈം ഈസ് ദ ഫസ്റ്റ് എയ്ഡ് ഫോർ ദിസ്. അപ്പം ആസിഡ് പുറത്ത് വീണാലുള്ള ഫസ്റ്റ് എയ്ഡാണിത്. pouring കോൾഡ് വാട്ടർ, തണുത്ത വെള്ളം ആ അഫക്റ്റഡ് ഏരിയ, വീണ ഭാഗത്ത് ഒഴിക്കുക. ഫോർ എ ലോങ് ടൈം, കുറേ സമയത്തേക്ക്. ഇതാണ് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. ഇഫ് ദി ബേൺ ഈസ് സിവിയർ ആണെങ്കിൽ, കാഠിന്യമുള്ളതാണെങ്കിൽ ആ പേഴ്സണെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക. ഇനി നോക്ക്, ആൻഡ് ബൈറ്റ്സ് എന്ന് വെച്ചാൽ എറുമ്പ് കടിച്ചാൽ എന്ത് ചെയ്യണം? ദർ ഈസ് ഫോമിക് ആസിഡ് ഇൻ ദ ബോഡി ഓഫ് ആൻസ്. അപ്പോൾ ആൻസിൻ്റെ, എറുമ്പിൻ്റെ ദേഹത്തുള്ള ആസിഡാണ് ഫോമിക് ആസിഡ്. വെൻ ആൻസ് ബൈറ്റ് ദിസ് ആസിഡ് എൻ്റർ അവർ ബോഡി. ഉറുമ്പ് കടിക്കുമ്പോൾ നമ്മുടെ ദേഹത്ത് ഈ ആസിഡ് ചെല്ലുകയും ദിസ് റിയാക്ട് വിത്ത് ഹ്യൂമൻ ബോഡി ആൻഡ് ദിസ് ഈസ് വൈ ദ ബൈറ്റ് കോസ് പെയിൻ. അത് കടിക്കുമ്പോൾ ഈ ഫോമിക് ആസിഡ് നമ്മുടെ ദേഹത്ത് ചെല്ലുമ്പോൾ നമ്മുടെ ബോഡിയുമായി ഇത് റിയാക്റ്റ് ആകുമ്പോഴാണ് നമുക്ക് കടിച്ച ഭാഗത്ത് വേദന അനുഭവപ്പെടുന്നത്. വാട്ട് പ്രിക്കോഷൻസ് ഷുഡ് വി ടേക്ക് ടു അവോയ്ഡ് ആക്സിഡൻറ്റ് വൈൽ ഹാൻഡിലിംഗ് കെമിക്കൽസ്? കെമിക്കൽസ് ഹാൻഡിൽ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് എടുക്കേണ്ടത്? യൂസ് എ ഹോൾഡർ വൈൽ യൂസിങ് എ ടെസ്റ്റ് ട്യൂബ്. അവോയ്ഡ് സ്പില്ലിംഗ് ഓൺ ബോഡി പാർട്സ്.
ഡോണ്ട് ടച്ച് വിത്ത് ഹാൻഡ്സ്, ഡോണ്ട് സ്മെല്ല്, ഡോണ്ട് ടേസ്റ്റ്, യൂസ് എ ഡ്രോപ്പർ വൈൽ ടേക്കിംഗ് ഔട്ട് ആസിഡ് ഫ്രം ദി ബോട്ടിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഷുഡ് വി ഡു ഇഫ് ആസിഡ് ഈസ് സ്പിൽഡ് ഇൻ എനി ഏരിയ ഇൻ ദി ബോഡി? എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ആസിഡ് വീണാൽ എടുക്കേണ്ട ഫസ്റ്റ് എയ്ഡ്. അപ്പോൾ ഫസ്റ്റ് എയ്ഡ് എല്ലാവരും പഠിച്ചിരിക്കേണ്ടത് നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല. നമ്മൾ ഈ ഫസ്റ്റ് എയ്ഡ് പഠിച്ചിരിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ആസിഡ് വീഴുമ്പോൾ മാത്രമല്ല, എല്ലാത്തിനെ പറ്റിയുള്ള ഫസ്റ്റ് എയ്ഡ് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്കിത് നോക്കാം. pouring കോൾഡ് വാട്ടർ ഓൺ ദ അഫക്റ്റഡ് ഏരിയ ഫോർ എ ലോങ് ടൈം. കുറച്ച് നേരത്തേക്ക് അഫക്റ്റഡ് എവിടാണോ വീട്ടത് അവിടെ നല്ല കോൾഡ് വാട്ടർ ഇങ്ങനെ ഒഴിച്ചുകൊണ്ടേ ഇരിക്കണം. ഈസ് ദ ഫസ്റ്റ് എയ്ഡ് ഫോർ ദിസ്. ഇതാണ് ഫസ്റ്റ് എയ്ഡ്. ഇഫ് ദ ബേൺ ഈസ് സിവിയർ, നല്ല സിവിയർ ആയിട്ടുള്ള പൊള്ളലാണെങ്കിൽ ദ പേഴ്സൺ ഷുഡ് ബി ടേക്കൺ ടു ഹോസ്പിറ്റൽ. അയാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ഫസ്റ്റ് എയ്ഡ് നമ്മൾ മസ്റ്റായിട്ട് പഠിച്ചിരിക്കേണ്ട സാധനങ്ങളാണ്. എല്ലാത്തിൻ്റെയും ഫസ്റ്റ് എയ്ഡ്, കറണ്ട് അടിച്ചാലുള്ള ഫസ്റ്റ് എയ്ഡ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. കൈ മുറിഞ്ഞാലുള്ളത്, അങ്ങനെ എല്ലാത്തിൻ്റെയും ഫസ്റ്റ് എയ്ഡിനെ പറ്റി നിങ്ങൾക്കൊരു ബോധം ഉണ്ടായിരിക്കണം ആദ്യമേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. വൈ ഡു വി ഫീൽ പെയിൻ വെൻ ആൻ ആൻഡ് ബൈറ്റ്സ് അസ്? മക്കളെ, ഒരു എറുമ്പ് കടിച്ചാൽ എന്താണ് നമുക്ക് വേദന അനുഭവപ്പെടുന്നത്? ദർ ഈസ് ഫോമിക് ആസിഡ് ഇൻ ദ ബോഡി ഓഫ് ആൻസ്. ആൻസിൻ്റെ ദേഹത്ത് ഫോമിക് ആസിഡ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. വെൻ ആൻസ് ബൈറ്റ്, നമ്മൾ ഉറുമ്പ് കടിക്കുമ്പോൾ ദിസ് ആസിഡ് എൻറ്റേഴ്സ് അവർ ബോഡി. നമ്മുടെ ബോഡിയിൽ എൻ്റർ ചെയ്തിട്ട് ദിസ് റിയാക്ട് വിത്ത് ഹ്യൂമൻ, നമ്മുടെ ബോഡിയുമായിട്ട് റിയാക്ട് ചെയ്യും. ആൻഡ് ദിസ് ഈസ് വൈ ആൻഡ് ബൈറ്റ് കോസ് പെയിൻ. You have done experiments using acid and base found in household items. വീട്ടിൽ ഉപയോഗിക്കുന്ന ആസിഡും ബേസും ഉപയോഗിച്ചാണ് നമ്മൾ ഇത്രയും നേരം എക്സ്പെരിമെൻ്റ് നടത്തിയത്. Now let's do experiment by diluting some acid and base in the laboratory. ഇനി നമുക്ക് ലബോറട്ടറിയിലുള്ള കുറച്ച് ആസിഡും ബേസും ഡൈല്യൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? നേർപ്പിച്ച് പരീക്ഷണങ്ങൾ നടത്താം. വിച്ച് ആസിഡ് ആൻഡ് ബേസ് ക്യാൻ ബി ടേക്കൺ? ഏതൊക്കെ എടുക്കാം? വിച്ച് ഇൻഡിക്കേറ്റേഴ്സ് ആർ ടു ബി ടേക്കൺ? ഏതൊക്കെ ഇൻഡിക്കേറ്റേഴ്സുകൾ എടുക്കാം? ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അറിയാലോ, സൂചകങ്ങൾ. ടേക്ക് ആസിഡ് ആൻഡ് ബേസ് ഇൻ സെപ്പറേറ്റ് ടെസ്റ്റ് ട്യൂബ്. 2 ടെസ്റ്റ് ട്യൂബിൽ എടുക്കുക. ഒബ്സർവ് ആൻഡ് ടാബുലേറ്റ് കളർ ചേഞ്ചിങ് ദാറ്റ് ഒക്കർ വെൻ വേരിയസ് ഇൻഡിക്കേറ്റേഴ്സ് ആർ ആഡഡ് ടു ദം. മീഥൈൽ ഓറഞ്ച്, ഫിനോഫ്തലിൻ, ബ്ലൂ ലിറ്റ്മസ്, റെഡ് ലിറ്റ്മസ്, അതാണല്ലോ ഇൻഡിക്കേറ്റേഴ്സ്. അപ്പോൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുത്തു, സൾഫ്യൂരിക് ആസിഡ്, സോഡിയം ഹൈഡ്രോക്സൈഡ് എടുത്തു, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് എടുത്തു. അപ്പോൾ സോഡിയം ഹൈഡ്രോക്സൈഡൊക്കെ ബേസ് ആണെന്ന് നമ്മൾ നെക്സ്റ്റ് കഴിഞ്ഞ പേജിൽ പഠിച്ചു. അപ്പോൾ ഇതിനകത്ത് വരുന്ന ചേഞ്ചസ് എന്താണെന്ന് നോക്കാം നമുക്ക്. മീഥൈൽ ഓറഞ്ചും ഫിനോഫ്തലിനും ബ്ലൂ ലിറ്റ്മസും റെഡ് ലിറ്റ്മസും ഒക്കെ നമുക്കറിയാം ഇൻഡിക്കേറ്റേഴ്സ് ആണെന്നറിയാം. അപ്പോൾ ഹൈഡ്രോക്ലോറിക് ആസിഡിന് വരുന്നത്, മീഥൈൽ ഓറഞ്ച് വരുമ്പോൾ ആസിഡിന് പിങ്കും, ഫിനോഫ്തലിന് ഒഴിച്ചാൽ നോ കളർ ചേഞ്ച് ആയിരിക്കും. ബ്ലൂ ലിറ്റ്മസ് പേപ്പർ റെഡായി മാറും, റെഡ് ലിറ്റ്മസ് പേപ്പറിന് നോ കളർ ചേഞ്ച് ആയിരിക്കും. ബാക്കി സൾഫ്യൂരിക് ആസിഡൊക്കെ ആസിഡാണ്. പിന്നെ സോഡിയം ഹൈഡ്രോക്സൈഡും പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡും ബേസാണ്. അതിന് മീഥൈൽ ഓറഞ്ച് വരുമ്പോൾ യെല്ലോ കളറായിട്ട് മാറും, ഫിനോഫ്തലിൻ വരുമ്പോൾ പിങ്കായി മാറും, ബ്ലൂ ലിറ്റ്മസ് പേപ്പർ വരുമ്പോൾ നോ കളർ ചേഞ്ച് ആണ്, റെഡ് ലിറ്റ്മസ് പേപ്പർ വരുമ്പോൾ ബ്ലൂ ആണ്. പിന്നെ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിലും മീഥൈൽ ഓറഞ്ച് വരുമ്പോൾ യെല്ലോ. അപ്പോൾ സോഡിയം ഹൈഡ്രോക്സൈഡും പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡും ബേസ് ആയതുകൊണ്ട് അത് രണ്ടിനും സെയിം കളറായിരിക്കും വരുന്നത്. മറ്റേത് രണ്ടും ആസിഡ് ആയതുകൊണ്ട് അതിനും സെയിം കളർ ചേഞ്ചസ് ആയിരിക്കും സംഭവിക്കുന്നത്. ഓക്കെ, എന്നാൽ നമുക്ക് ഇന്ന് ഇത്രയും കൊണ്ട് തന്നെ ഈ ഒരു പാട്ടിൻ്റെ ചർച്ച ഇവിടെ നിർത്താം. നെക്സ്റ്റ് പാട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്.